അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 17 കൊല്ലമായി. 17 കൊല്ലത്തിൽ അസറ്റാണ് ഇതാ ഒന്ന് ദരി 16 വയസ്സ്, ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു കുട്ടിയെ. പിന്നെ ഇതാ 11 വയസ്സ് കഴിഞ്ഞു സിരി. മൈ ബ്യൂട്ടിഫുൾ വൈഫ് ഷൈമ. 10 ദിവസം വിട്ട് ജയിലിൽ ഇട്ടാലും എനിക്കതൊന്നും വലിയ പുല്ലല്ല. അപ്പോൾ ലുലു വരെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇവർ എല്ലാവർക്കും ഹിച്ചകിൻ നൊമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും താഞ്ചീർ എന്ന നഗരത്തിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. താഞ്ചീർ എന്ന് പറയുന്നത് മൊറോക്കോയിലെ ഉത്തരഭാഗത്ത് നടക്കുന്ന ഒരു നഗരമാണ്. അതിരാവിലെ അല്ല 10 മണിക്ക്, ഇവിടെ 8 മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ ഞാൻ റോഡിലോട്ട് പോവാണ്. റോഡിലോട്ട് പോയിട്ട് ഒരു ബസ് പിടിച്ചിട്ട് ഹൈവേയിൽ പോയിട്ട് മൊറോക്കോയിൽ ആദ്യമായിട്ട് ഹിച്ചേക്ക് ചെയ്ത് യാത്ര ചെയ്യാനുള്ള പ്ലാനാണ്. ഞാൻ കസബ്ലങ്ക ഭാഗത്തോട്ടാണ് ഞാൻ പോകുന്നത്. കോസ്റ്റൽ ഹൈവേ വഴി ഹിച്ചേക്ക് ചെയ്യാനാണ്. ഞാനിവിടെ ബസ് പിടിക്കാനായിട്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തായിട്ട് ഇബ്നു ബത്തൂത്തയുടെ നാട്ടിൽ ഇബ്നു ബത്തൂത്തയുടെ പേരിലുള്ള ഒരു സ്റ്റേഡിയമാണ് നിങ്ങൾ കാണുന്നത്. ഞാനങ്ങനെ ഹിച്ചേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ബസ് 1 മണിക്കൂറിൽ കൂടുതലെടുക്കും. ഫുള്ള് ടാക്സികളൊക്കെയാണ്, ആരും നിർത്തുന്നില്ല. ഈ കാറിൽ ഞാൻ ഓൾറെഡി ചോദിച്ചതാണ്. ശുക്രൻ. ശുക്രൻ. സ്റ്റോപ്പില്ലാത്ത ബസ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിനി ഹിച്ചൈക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ടോൾ ബൂത്തിൽ പോയിട്ട് എൻ്റെ മൊറോക്കൻ ഹിച്ചൈക്കിങ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല തണുത്ത കാറ്റ്. ഇവിടെ ഞാൻ മാത്രമല്ല, ഹിച്ചൈക്ക് ചെയ്യാൻ ധാരാളം ആളുകളുണ്ട്. പാവം അപ്പം മണിക്കൂറായിട്ട് വന്നത് ഇല്ലാലോ. ഇത് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് ഹിച്ചൈക്ക് ചെയ്യുന്നു തോന്നുന്നു. പാവം. വെയിറ്റ് അന്ത റൂ വെൻ റൂ വെൻ റൂ ഫിൻ റൂ Rue, ven. Sí, yes, sí. Casa. Yes, casa. കസബ്ലങ്കയിലോട്ടാണ് കേട്ടോ പുള്ളി പോകുന്നത്. ഞാനും കസബ്ലങ്കയിലോട്ടാണ്. സലാം. ഓരോ ഹിച്ചേക്കേഴ്സും ഇങ്ങനെ നിരാശരായി പോകുന്ന കാഴ്ചയാണ്. പുള്ളി ഹിച്ചേക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഹലോ. ഹൈവേന്ന് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ബസ്സിൽ ചാടി കയറി. ബസ്സിന് ലാസ്റ്റ് പൈസ കൊടുക്കേണ്ടി വന്നു. 10-70 ഇതിന് ഞാൻ പറഞ്ഞു കേട്ടോ. അവർ 100 പറഞ്ഞപ്പോൾ 70 പറഞ്ഞു. എന്നിട്ട് ഇതാ ഏതൊരു ബസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടൊക്കെയാണ്. അവിടെ വേറെ കുറേ ബസ്സുകളുണ്ട്, ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ. ഞാനിവിടെ എൻ്റെ പ്രോട്ടീൻ ബാറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പോയുള്ള ആളുകളൊക്കെ ഇതാണ്ട് വണ്ടിയുടെ അകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പല ആളുകളും പല സാധനങ്ങളും ഇതുപോലെ ഇതാ കൊണ്ടു കടന്ന് വിൽക്കുന്നുമുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ യാത്ര കഴിഞ്ഞു. ഏകദേശം ഒരു 4 മണിക്കൂറോളം ബസ് ഇരുന്നു. നമ്മൾ കസബ്ലങ്കയുടെ സ്ട്രീറ്റിലോട്ട് ഞാൻ വീണ്ടും വന്നു. ഞാൻ താഞ്ചീറിലായിരുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇവിടെ അല്ല. ഓക്കെ, പുള്ളിക്കാരൻ എന്തോ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു മൊറോക്കോയിലെ സുനീർ കണ്ടിയെ കാണണമെന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ സ്വീറ്റ് ബ്രോൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിയുടെ പോസ്റ്റിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളി എന്നെ ആക്ച്വലി ഇന്ന് ഞാൻ കസബ്ലങ്കയ്ക്ക് ബസ് കയറി ബസ്സിൽ ഇരുന്ന സമയത്ത് തന്നെ പുള്ളി എന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ വളരെ കോയിൻസിഡൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് വരാവുന്ന സമയത്ത് തന്നെ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ പുള്ളി എന്നെ ഇവിടെ ബസ് സ്റ്റോപ്പിൽ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പുള്ളിയെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. നമ്മുടെ പല നഗരങ്ങളിലോട്ടും പോകുന്ന ഒരു കണക്ഷനായിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം ചുവന്ന ടാക്സി. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പുള്ളി എന്നെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ മൊറോക്കോ ചായയും നമ്മുടെ കേരള ലഡുവും ഇവിടെ ഉപ്പേരിയൊക്കെ തരുവാണ് കേട്ടോ. ഇതങ്ങ് UK നിന്ന് കൊണ്ടുവന്നാണ്. മൊറോക്കോയിലൊന്നും മലയാളികളുടെ ഒരു സാധനവും കിട്ടൂല. മലയാളികളൊക്കെ കണ്ടേ. ഇതാണ് കേട്ടോ ഇത്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇതിൽ പറയണു അല്ലേ? അപ്പോൾ പിന്നെ മാഹിൻ്റെ എല്ലാ ഫാൻസിനും സുനീർ കാൻഡിൻ്റെയും ഫാമിലിയുടെയും
ഈദാശംസകൾ പോലെ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഓക്കെ മായൻ, താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ, ഏതായാലും മൊറോക്കോയിൽ വന്നിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂപ്പരെ നമ്പർ തിരഞ്ഞു പിടിച്ചു, കോൾ ചെയ്തു. മൂപ്പറിന് ഓക്കെ ഇന്ന് കാസബ്ലാങ്ക എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. മൂപ്പരുടെ അടുത്ത് പോയി പിക്ക് ചെയ്തു. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ചായ കുടി മാത്രം. മൂപ്പർക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റുകളുണ്ട്, അപ്പോൾ ഞാൻ ഇവിടെ തിരിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുപോകും. എനിവേ, ദിസ് ഇസ് സുനീർ കാൻഡി ഫ്രം മൊറോക്കോ. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. അല്ലേ? താങ്ക് യു വെരി മച്ച് ഗായ്സ്. നിങ്ങൾ എത്ര കാലമായി? നിങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. എത്ര കാലമായി കല്യാണം കഴിഞ്ഞിട്ടൊക്കെ? കുറെ പറഞ്ഞതിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ വീഡിയോയിൽ പറയാം. ആഹാ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 17 കൊല്ലമായി. 17 കൊല്ലത്തിൽ അസെറ്റാണ് ഇതാ. ഒന്ന് ദരീൻ, 16 വയസ്സ്. ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു കുട്ടിയായി. പിന്നെ ഇതാ 11 വയസ്സ് കഴിഞ്ഞു സിരീൻ. ദെൻ മൈ ബ്യൂട്ടിഫുൾ വൈഫ് ഷൈമ അസ്കന്ദർ. അല്ല, ഷൈമ സുനീർ കാൻഡി, സോറി. ആ, അപ്പോൾ മായിൻ്റെ എല്ലാ ഫാൻസും നമ്മളെ എന്താ പറയുക, എന്തെങ്കിലും പേരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ഹിസ് വീഡിയോസ്. ആൻഡ് ഞാൻ ഇപ്പം ഹിച്ച് ഹൈക്കിങ് ഇസ് ഡിഫറെൻറ്റ്. നമ്മളെ ഫാമിലി വീഡിയോ മാതിരിയല്ല. അപ്പോൾ വെരി എൻ്റർടൈനിങ് ആണെന്ന് എനിക്ക് തോന്നുക. കണ്ടിട്ടില്ല ഞാനിപ്പം. ഐ എം ഗോയിങ് ടു സബ്സ്ക്രൈബ്. കാരണം സോറി, ഞാൻ നിങ്ങൾക്കറിയാലോ ഒന്നൊന്നര കൊല്ലമായാണ് ഇതിലൊന്നും യൂട്യൂബിലൊന്നും ഇപ്പോൾ ഇടാത്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ വാച്ച് ചെയ്തില്ല, അതുകൊണ്ട്. അപ്പോൾ ഐ എം ഗോയിങ് ടു വാച്ച് ഹിസ് വീഡിയോസ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി പറയാം, ഹായ് ബൈ പറയണ. വേറെന്താ നിന്റെ ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ തരാൻ പറ്റും. ഇങ്ങനെ പറയാം, ദാരീൻ സുനീർ കാൻഡി. പല പേര് പറയടാ. ഇതിലിങ്ങനെ പറഞ്ഞാലേ കേൾക്കൂല കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ ചായയും മൊറോക്കൻ ചായയും ലഡുവൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ഷമിക്കണം, ഇന്നലെ പിന്നീട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്ന് രാവിലെ തുടങ്ങുവാണ്. ഇന്നലെ രാത്രി ആക്ച്വലി സുനീർ ബ്രോ എനിക്കൊരു ഹോട്ടൽ എടുത്ത് തന്നു. അങ്ങനെ ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ രാവിലെ എണീറ്റിട്ട് എൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഞാൻ മൗറിട്ടാനിയൻ എംബസിയിലോട്ട് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി നിൽക്കുവാണ് ഇവിടെ ബസ് സ്റ്റോപ്പിലോട്ട്. രാവിലെ നല്ല മഴ, അതുകൊണ്ട് തന്നെ ഞാൻ റെയിൻ കോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ. റെയിൻ കോട്ടൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. മുഷ്കില ശുക്രാൻ. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ് മോനെ. അപ്പോൾ കഥ ഞാൻ ചൊല്ലട്ടോമാ. കഥയെന്ന് പറഞ്ഞാൽ മൗറിട്ടാനിയയിൽ നമുക്ക് വിസ ഓൺ അറൈവലാണ്. അതുകൊണ്ട് വിസ എടുത്ത് പോകേണ്ട ആവശ്യമില്ല. അത് ഈ വർഷം തൊട്ട് മാറിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും ഈ ബോർഡറിലൊക്കെ പോകുമ്പോൾ ചില പോലീസുകാരന്മാർ ചൊറിഞ്ഞ് വെറുതെ പൈസ കിട്ടാൻ വേണ്ടി വെറുതെ ഇന്ന് കളിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇവിടെ നിന്ന് വിസ എടുത്തിട്ട് പോവാം. അതിനുവേണ്ടി മറാക്കേഷിൽ നിന്ന് ഒരു ദിവസം രാവിലെ ട്രെയിൻ എടുത്ത് 100-300 കിലോമീറ്റർ ഓടി ഞാൻ റബാത്ത് ക്യാപിറ്റലിലെത്തി. രാവിലെ എംബസി പോയപ്പോൾ അവർ പറഞ്ഞു എംബസി കോൺസുലർ സർവീസ് കോൺസുലേറ്റിലാണ് കൊടുക്കുന്നത്, ഈ എംബസിയിൽ കൊടുക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം വെള്ളിയാഴ്ചയും കൂടെ എംബസി ഉള്ളൂ, പിന്നെ ശനി ഞായറും ഇല്ലല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച അടുത്ത വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. അത് ഞാൻ പോയിട്ട് ഇപ്പോൾ നിൽക്കുന്ന കസബ്ലാങ്ക അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇന്ന് അവർ തുറക്കുന്നില്ല, കാരണം ഇന്ന് അവർക്ക് മൂടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അവർ തുറന്നില്ല. ഓക്കെ, ഞാൻ ഭയങ്കര വിഷമായി, ഭയങ്കര എന്താ പറയുക വിഷമിച്ച്. പിന്നെ വേറെ ഒരു വഴിയില്ലല്ലോ, അത് ഞാൻ എപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, വിസയുടെ പ്രശ്നങ്ങൾ. അങ്ങനെ ഞാൻ താഞ്ചീർ പോയി, താഞ്ചീറിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച ഇവിടെ വന്നു. ഞാൻ ബീച്ചിൻ്റെ അടുത്താണ് കിടക്കാൻ വേണ്ടി പോയത്. പിന്നെ നമ്മുടെ സുനീർ ബ്രോയാണ് ഹോട്ടലിൽ എടുത്തു തന്നു. അങ്ങനെ ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ കുളിച്ചൊരുങ്ങി കുട്ടപ്പനായിട്ട് എല്ലാ പ്രിൻറ്റും എടുത്ത് ആവശ്യത്തിനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രിൻറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് ഞാൻ പോവുകയാണ്. പോയപ്പോൾ അവർ പറയുകയാണ് 1-ാം തീയതി മുതൽ അവരിത് ഓൺലൈനിലാക്കിയെന്ന്. ഇനി മുതൽ എംബസിയിൽ വിസ കൊടുക്കുന്നില്ല. ആ ഓൺലൈൻ വെബ്സൈറ്റ് എൻ്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല. അത് കുഴപ്പമില്ല, അത് മറ്റൊരാളുടെ ഫോണിൽ ഇട്ടാൽ അത് വർക്ക് ചെയ്യായിരിക്കും, അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും ഇത്രയും ദിവസം പോയി ഞാൻ വെറുതെ ഈ ഒരു സ്ഥലത്ത് വിസയ്ക്ക് വേണ്ടി ഇങ്ങനെ വാലാകോല നീലാണ്ടാന്ന് നടന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ യാത്ര നല്ലപോലെ എനിക്ക് ചെയ്യാമായിരുന്നു, അത് ചെയ്യാൻ നടന്നില്ല. ഇന്ന് ആക്ച്വലി എനിക്കൊരു ട്രഡീഷണൽ മാർക്കറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരി വിളിച്ചതാണ്. അത് സദേൺ ഭാഗത്താണ്. അപ്പോൾ അമാസീഗിൻ്റെ ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ്. അതുവരെ ഞാൻ ഇതിനു വേണ്ടി മിസ് ചെയ്തു. ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു, ഇവിടെ ഒന്നും നടന്നില്ല. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവർക്ക് മാന്യമായിട്ട് പറയായിരുന്നു അന്ന് തന്നെ, പക്ഷെ അത് പറഞ്ഞില്ല. അവർ പറഞ്ഞു ഇന്ന് ക്ലോസ് ആണ്, ഇന്ന് എംബസി വർക്ക് ചെയ്യുന്നില്ല എന്ന്. ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ. ഇതാണ്
ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് വിസയാണ് കേട്ടോ എൻ്റെ യാത്രയിലെ പ്രധാന വെല്ലുവിളി. വേറെ ഒരു പ്രശ്നം ഒന്നുമല്ല. എന്നെ ഇപ്പോൾ ഒരു 10 ദിവസം വിട്ട് ജയിലിൽ ഇട്ടാലും എനിക്കതൊന്നും വലിയ പുല്ലല്ല. അപ്പോൾ ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള പാസ്പോർട്ടുള്ള മറ്റു രാജ്യക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരുമാണ്. ഇന്ത്യക്കാർക്കും, ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനികൾക്കും, അല്ലെങ്കിൽ ബംഗ്ലാദേശുകാർക്കും, അല്ലെങ്കിൽ ചൈനക്കാർക്കും, അല്ലെങ്കിൽ പല ആഫ്രിക്കൻ നേഷനിൽ നിന്നൊക്കെ ഇതുപോലെ ലോകം മുഴുവൻ ഇബിനു ബത്തൂത്തയൊക്കെ പോലെ ലോകം മുഴുവൻ ചുറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പാസ്പോർട്ടിൻ്റെ പേരിൽ ഒന്നും നടക്കാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. താങ്ക് യു. അങ്ങനെ ഞാൻ തിരിച്ച് ബസ് കയറി ഞാൻ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. രാവിലെ ഞാൻ ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ കാണുന്നത് നമ്മുടെ കസബ്ലങ്കയുടെ ഒരു സെൻട്രൽ ഭാഗമാണെന്നൊക്കെ പറയാം. ധാരാളം ആളുകളും കടകളും ഷോപ്പുകളും ഒരു ഹാപ്പനിങ് പ്ലേസാണ് കേട്ടോ ഈ കാണുന്ന ഭാഗം. ഈ കാണുന്ന ഒരു ഹോട്ടലിലാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേ ചെയ്ത റൂം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാൽക്കണി വ്യൂ. ഈ കാണുന്ന റൂമിലാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത്. ഇവിടെ ഒരു ചുമർ ചിത്രം, ഇവിടെ മൊറോക്കോയുടെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു ചുമർ ചിത്രമൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം 10,000 രൂപ അടുപ്പിച്ചുണ്ട് കേട്ടോ. 25 യൂറോ എന്ന് പറയുമ്പോൾ 2,300 രൂപ അടുപ്പിച്ചുണ്ട് കേട്ടോ ഈ ഒരു റൂമിന്. അത്യാവശ്യം വില ഉണ്ട് ആക്ച്വലി, സിറ്റി ആയതുകൊണ്ടാണ്. പിന്നെ മൊറോക്കോയിൽ ട്രാൻസ്പോർട്ടേഷനും ഈ ടൂറിസ്റ്റിക് തിങ്ങിനൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. അല്ലാതെ മൊറോക്കോ ആക്ച്വലി ചീപ്പാണ് കേട്ടോ. എനിക്കൊന്ന് ഈജിപ്റ്റ്, എത്യോപ്യ, മൊറോക്കോ ആഫ്രിക്കയിലെ ചീപ്പസ്റ്റ് രാജ്യങ്ങളാണ്. മൗറിട്ടാനിയൊക്കെ പോകുമ്പോൾ എനിക്കറിയില്ല. വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് എനിക്കങ്ങനെ വലിയ ധാരണയില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് പോകാം. പൊതുവേ ആഫ്രിക്കൻ കൺട്രീസ് കുറച്ച് എക്സ്പെൻസീവാണ്. ഇവിടെ ഒരു ലോക്കർ ഉണ്ടായിരുന്നു, ഒരു റെഫ്രിജറേറ്റർ ഉണ്ടായിരുന്നു, മിനി റെഫ്രിജറേറ്റർ. പിന്നെ ബ്ലാങ്കറ്റും ഇതും ഞാൻ അങ്ങനെ അധിക കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. തണുപ്പായതുകൊണ്ട് നമുക്ക് AC ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ചെക്കൗട്ട് ചെയ്തിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ല കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യം ഒന്ന് റിസപ്ഷനിലോട്ട് പോട്ടെ, കീ കൊടുക്കട്ടെ. ഇവിടുത്തെ ലിഫ്റ്റ് കണ്ടില്ലേ? ലിഫ്റ്റ് നല്ല സൂപ്പർ ഫാസ്റ്റ് ലിഫ്റ്റാണിത്. ഒറ്റയടിക്ക് ഇതാ താഴോട്ട് പോകും. ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. ഇവിടെ പ്രൊട്ടക്ഷൻ വാളൊന്നുമില്ല, നേരെ ഡയറക്റ്റ് ഇതാണ്. ഞാൻ മൊറോക്കോയിൽ കണ്ട സ്പെഷ്യലായിട്ട് പറയാനുള്ള ഒരിത്, ഇവിടുത്തെ ആളുകൾക്ക് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഭയങ്കര പഞ്ചുവലല്ല, ഇന്ത്യക്കാരെ പോലെ തന്നെയാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം ഒന്നും കാണൂല കേട്ടോ. അത് ഞാൻ കുറേ ആളുകളിൽ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്. ഇവർ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ സംഭവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവർ നോട്ടീസ് ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്നോ. എല്ലാവരുടെ അടുത്തും ക്ഷമ വഹിക്കുന്നു. അവസാന ക്ലിപ്പ് എടുത്തത് എപ്പോഴാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. 2 ദിവസത്തിന് മുമ്പാണ്, 2-2.5 ദിവസം. കസബ്ലാങ്കയിൽ വന്ന് വിസയൊന്നും കിട്ടിയില്ല, കുറച്ച് ഡിപ്രഷനൊക്കെ ആയി. ഞാൻ പിന്നെ കുറച്ച് വേറൊരു മലയാളികളോടെയൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ പല സ്ഥലത്ത് കറക്കം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് എൻ്റെ യാത്ര തുടങ്ങുവാണ്. ഇന്ന് ഞാനിപ്പോൾ മറാക്കേഷിലോട്ട് ഹിച്ചയ്ക്കുവാണ്. മറാക്കേഷിൽ ഹിച്ചയ്ക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു അണ്ടർ ബ്രിഡ്ജ് ഹൈവേയിൽ വന്ന് നിൽക്കുവാണ്. എയർപോർട്ട് ഈ ഭാഗത്താണ് കേട്ടോ. നമുക്ക് നോക്കാം. ഹിച്ചയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ നിന്ന് ബസ് എടുത്ത് പോകാനുള്ള ഒരു പ്ലാനാണ്. ഞാനിങ്ങനെ ഇനി ടോൾ ഗേറ്റിൽ വന്ന് ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു മനുഷ്യനും ഇവിടെ ആരും നിർത്തുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം ഒരു ബസ്സിൽ ചാടി കയറി. ഞാൻ ബസ്സിൽ ഇവർ 50 പറഞ്ഞു. 50 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 450 രൂപയൊക്കെ ഉണ്ട്. ഞാനത് 30 രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്തു. ഏകദേശം ഒരു 40% ബാർഗെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 30 രൂപയ്ക്ക് 20 രൂപ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഹൈവേയിൽ വന്ന് നിന്നത്. ഹൈവേയിൽ വന്ന് നിൽക്കുമ്പോൾ ഇവർ ബസ് സ്റ്റോപ്പിലെ പോലെ എമൗണ്ട് പറഞ്ഞാലും നമുക്ക് ബാർഗെയിൻ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മറാക്കേഷിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. മറാക്കേഷ് നഗരത്തിലോട്ട് നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോവുകയാണ്. ഫൈനലി ഞാൻ എൻ്റെ സൗണ്ടൊക്കെ പോയി കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് തണുപ്പിൽ കറങ്ങി കിടന്നുകൊണ്ട് ഞാൻ ഫൈനലി നമ്മുടെ മറാക്കേഷിൽ എത്തിയിട്ടുണ്ട്. മറാക്കേഷിൽ ആക്ച്വലി ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല എക്സ്പ്ലോർ ചെയ്തില്ല. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു നഗരമാണ് കേട്ടോ. മറാക്കേഷാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അടിപൊളി സ്ഥലമെന്ന് തോന്നുന്നു മൊറോക്കോയിലെ. അറിയില്ല, ഞാൻ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ കുറേ ഇതുപോലുള്ള കല്ല് മതിലുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ടാക്സിയുടെ കളറൊക്കെ മഞ്ഞയാണ്. ഇവിടെ എല്ലാം ഇതുപോലുള്ള മീറ്റാണ് കേട്ടോ. നമ്മുടെ മീറ്റിൻ്റെയൊക്കെ ചെറിയ തട്ടുകടകളും സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു അപ്പൂപ്പൻ ഇട്ട് വെക്കുന്നത് നമ്മുടെ ഒച്ചാണ്. ഒച്ചിൻ്റെ ഒരു കടയാണ്.
ഇത് ഭയങ്കര കോമൺ ആണ് കേട്ടോ. ഒച്ചിൻ്റെ തട്ടുകൾ നമ്മുടെ കവയുടെ കൂടെ തന്നെ ഒച്ചിൻ്റെ തട്ടുകൾ, ഒച്ച് വിൽക്കുന്ന കടകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. നമ്മുടെ ആപ്പിളുകൾ, പഴവർഗ്ഗങ്ങൾ, നമ്മുടെ ഓറഞ്ചുകൾ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ മാർക്കറ്റാണ്. പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ വന്ന് സാധനങ്ങൾ വാങ്ങുന്ന മാർക്കറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയുള്ള പല ബിൽഡിങ്ങുകൾക്ക് ഇവർ ഇതുപോലുള്ള ചുമന്ന നിറങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ചുവപ്പ് കളറാണ് കേട്ടോ. ഇത് മറ്റൊരു ഗേറ്റാണ്. ഈ ഒരു നഗരത്തിലോട്ട് കയറുന്ന മറ്റൊരു ഗേറ്റിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇക്കാണുന്നത് ഇവിടുത്തെ നമ്മുടെ ബസ് സ്റ്റോപ്പൊക്കെയാണ്. അങ്ങ് പുറകിലായിട്ട് നമ്മുടെ മലനിരകൾ കാണാൻ കഴിയുന്നുണ്ട്. മറാക്കേഷിലെ മലനിരകൾ, മഞ്ഞ് മൂടിയ മലനിരകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു ചെറിയൊരു സിറ്റി സെൻറ്ററിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കുതിരസവാരികളൊക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കുതിരസവാരികളാണ്. നമ്മളങ്ങനെ ഞാനൊരു വണ്ടിയിൽ കയറി, ഒരു മലയാളിയുടെ വണ്ടിയിലാണ് കേട്ടോ. നമ്മുടെ സുനീർ ബ്രോൻ്റെ ബന്ധുവാണ് കേട്ടോ. എന്തുണ്ട് വിശേഷം? ബ്രോൻ്റെ പേരെന്താ? ആമിർ ബ്രോ ആണ് കേട്ടോ. നാട്ടിലെവിടെയാ? തലശ്ശേരിയാണ്. ഇവരെല്ലാവരും തലശ്ശേരിക്കാരാണ്. ഇവിടെ ഉള്ളൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ആ കാണുന്നത്. നമ്മുടെ മർജാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇത് ഇവിടുത്തെ രാജാവിൻ്റെ കീഴിൽ വരുന്ന ഉടമസ്ഥതയിൽ വരുന്ന സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡാണ്. ഇവിടെ ലുലു വരെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇവർ വേറെ ആർക്കും പെർമിഷൻ കൊടുക്കില്ല. അത് രാജാവിൻ്റെ ഇതായതുകൊണ്ട് വേറെ ലുലു വരെ ഇവിടെ തുടങ്ങാൻ വേണ്ടി വന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മർജാനിൻ്റെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ പിന്നെ കാരിഫോർ ഉണ്ട്. കാരിഫോർ ഉള്ളതിൻ്റെ കാരണം ഇത് പണ്ടത്തെ ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അതിൻ്റെ കാരണത്താൽ കാരിഫോർ ഒരു ഫ്രഞ്ച് കമ്പനിയാണ്, അതിൻ്റെ പേരിൽ കൊടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ഈ തുർക്കിഷ് റെസ്റ്റോറൻറ്റ് ഉള്ളത് ചിക്കൻ ടീ. ഇതാണ് കേട്ടോ നമ്മുടെ സുനീർ ബ്രോൻ്റെ കടയാണല്ലോ ചിക്കൻ ടീ. നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം. പിന്നീട് അതിനുശേഷം ഞാനൊന്ന് മാർക്കറ്റിലൊക്കെ രാത്രി കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ കണ്ടിട്ട് വരാം. അതെ, ഇതൊക്കെയായിരുന്നു മാർക്കറ്റിലെ കാഴ്ചകളും സംഭവങ്ങളും. ഞാനങ്ങനെ ഒരു ഹോസ്റ്റലിലേക്കാണ്. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ചായ ഉണ്ട്, ഇവിടെ നമ്മുടെ ക്രോസൻറ്റ്, നമ്മുടെ ഫത്ത ബ്രെഡ്, പിന്നെ ഒരു ചെറിയൊരു ഓംപ്ലേറ്റ്, കുറച്ച് തക്കാളിയും നമ്മുടെ വെള്ളരിക്കയാണ്. ആക്ച്വലി എൻ്റെ സൗണ്ടെല്ലാം പോയിരിക്കുകയാണ്. തണുപ്പായിട്ട് ഫുള്ള് സൗണ്ട് പോയിരിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഹോസ്റ്റലിൻ്റെ ഒരു റിസപ്ഷൻ ഏരിയ ആണ്. പിന്നെ ഇവിടെ വേറെ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ കുറച്ച് റൂമുകൾ, പിന്നെ അവിടെ നമ്മുടെ ബാൽക്കണിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ട ഹലോ, ഹൗ ആർ യു? I'm good. Say about you. You can say about you. Yeah, so I'm French and I'm traveling from France to Dakar without taking a flight. Right now in Morocco with my friend. Nice to meet you. Yeah, so nice Welcome to meet to you. Kerala. You've been to Kerala, right? Yeah, How was the Kerala experience? very peaceful. I loved it. In which year did you go to? I went to Muna, Kuchi, the south, did the backwater. Malapi. Nice to meet you. Yeah. അപ്പോൾ ഞാനിനി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ ഈ കാണുന്ന ഒരു ഹോസ്റ്റലിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. ഇത് നമ്മുടെ ഒരു റിയാദ് പോലെയാണ് ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇനി ബസ് സ്റ്റോപ്പിലോട്ട് ഓടട്ടെ, സമയമില്ല, ബസ് ഇപ്പോൾ എടുക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം.
ഇവിടെ ഫുൾ ഇതുപോലുള്ള മാർക്കറ്റ് ഏരിയ ആണ്. ഇത് പണ്ടത്തെ ഏൻഷ്യൻ മദീനയാണ് കേട്ടോ, പഴയ നമ്മുടെ നഗരമാണ്. ആക്ച്വലി അതിമനോഹരമാണ് കേട്ടോ. ഞാൻ പല സ്ഥലങ്ങളും റെക്കോർഡ് ചെയ്തില്ല, ഖേദിക്കുവാണ്. പെട്ടെന്ന് അർജൻ്റ് ആയതുകൊണ്ട് ഞാനിവിടെ വിടുവാണ്. പല സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ചരിത്ര പ്രധാനമായിട്ടുള്ള 11-ാം നൂറ്റാണ്ടിലെ ഒരു പള്ളിയാണ്. അൽ കുത്തുബിയ പള്ളി എന്ന് പറയുന്ന ഇതിനെ അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ അൽ മൊഹാദ് റീജിയനിലെ ഒരു ഖലീഫയുടെ സമയത്തുണ്ടായതാണ്. ധാരാളം ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ആക്ച്വലി അടിപൊളിയാണ് മറാക്കേഷ്. ഇപ്പം ഞാൻ ജമാ അൽ ഫന എന്ന് പറയുന്ന ഒരു പട്ടണത്തിൻ്റെ അകത്തായിരുന്നു. ഞാൻ ബസ് സ്റ്റേഷനിൽ വന്നപ്പോൾ 10 ദിർഹം എന്ന് പറഞ്ഞ് ദാണ്ട ഇവിടെ വേറെ ഒരു ഇതുപോലത്തെ ഉള്ളൊരു വണ്ടി പോകുന്നു. അപ്പം ഞാൻ അവരുടെ കൂടെ അമിസ്മസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോവാണ്. ഇതുപോലത്തെ പ്രൈവറ്റ്. ഇവിടെ നമ്മുടെ ബസ്, അങ്ങനെ നമ്മുടെ ബസ് വന്നു. ബസ്സിൽ കയറാൻ വേണ്ടി ഇവിടെ ഒരു കൂട്ടം ജനങ്ങളോടെ ഞാനും നിൽക്കുവാണ്. എല്ലാം ലോക്കൽ ആളുകളാണ് കേട്ടോ, പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ്. ഇവിടെ എല്ലാവരും ഇതുപോലെ പൈസ കൊടുത്തിട്ടാണ് ഉള്ളിലോട്ട് കയറുന്നത്. 10-35 കിലോമീറ്റർ പോകാൻ 7.50 അതായത് 10-70 രൂപ അടുപ്പിച്ചൊക്കെ വരും. ഞാൻ ബസ് ഇറങ്ങി തർഹൗത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇനി എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഹിച്ചേക്ക് ചെയ്യാനാണ് കേട്ടോ. ഹിച്ചേക്ക് ചെയ്ത് അസ്നി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിലോട്ട് മലപ്രദേശത്തിലോട്ട് പോകാനാണ് എൻ്റെ പ്ലാന്. ഹിച്ചേക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. ഞാനത് സിറ്റിയുടെ പുറത്തിറങ്ങിയിട്ട് ഹിച്ചേക്കാനുള്ളൊരു പ്ലാനാണ്. ഇതൊക്കെ ഇവിടുത്തെ കൃഷിയും മലനിരകളിലെ വീടുകളൊക്കെയാണ് കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ. നമ്മുടെ ഇതിന് ചുറ്റുമായിട്ട് കിടക്കുന്ന മലനിരകളാണ് നമ്മുടെ അറ്റ്ലസ് മലനിരകൾ. അങ്ങ് ബാക്ക് ഭാഗത്തായിട്ട് മറാക്കേഷിന് ചുറ്റും കിടക്കുന്ന ഒരു മലനിരകളാണ് കേട്ടോ. അവിടെയെല്ലാം മഞ്ഞുമൂടി കിടക്കുവാണ്. ഞാൻ നടന്ന് നമ്മുടെ സിറ്റിക്ക് പുറത്തോട്ട് എത്തിയിട്ടുണ്ട് ഹിച്ചയ്ക്കാൻ വേണ്ടി. ഈ കാണുന്ന മോസ്കൊക്കെ അതിമനോഹരം. ഫുള്ള് വെയിലാണ്. അയ്യോ കരിയുന്നു. അവിടുത്തെ ആളുകൾ കുറേ ഷീപ്പിനെയൊക്കെ കൊണ്ട് മേയ്ക്കുന്ന കാഴ്ചകളാണ്. ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടി. നല്ല ഡ്രൈവർ കേട്ടോ, തൊണ്ടേന്ന് വയ്യ. സലാമലൈക്കും. ഓക്കെ ഓക്കെ കേട്ടോ. പുള്ളിക്കാരൻ ലിഫ്റ്റ് വന്നു. സലാം, ശുക്രാൻ. അടിപൊളി കേട്ടോ. മലനിരകളിലെ ആ വീടുകളൊക്കെ കാണാൻ അതിമനോഹരം. നമ്മൾ ഇനി ഇങ്ങനെ പോവാണ്. ഇംഗ്ലീഷ് ഹിന്ദി 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 പുള്ളിക്കാരനാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. من المغرب من المغرب من المغرب رحبوا بأخي من الهند مرحبا بك في المغرب مرحبا بك في المغرب شكرا حياك الله السلامة جزاك الله خير. പുള്ളി എന്നെ അസ്നി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അവിടെ ഫുള്ള് ഭക്ഷണശാലകളാണ്. ഞാനിനി വീണ്ടും ഹിച്ചേക്ക് ചെയ്ത് ഞാൻ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. കാണുന്ന നമ്മുടെ പച്ചക്കറി ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ടാക്സികളും സംഭവങ്ങളൊക്കെയാണ്. ലോക്കൽ ഷെയർ ടാക്സികളാണ് ഓരോ സ്ഥലത്ത് പോകുന്ന ബസ്സുകൾ പോലത്തേത്. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഇതുപോലുള്ള ജലേബയാണ് കേട്ടോ. സ്പെഷ്യലി തണുപ്പായതുകൊണ്ട് ഇതുപോലുള്ള ജലേബയ്ക്കാണ് ഇടുന്നത്. ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ഓ മാൻ, ഒരു പുള്ളി എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് പോയി. ഇവിടെ എല്ലാം ധാരാളം ഹോട്ടലുകളുണ്ട്. ഇവിടെ എല്ലാം ധാരാളം റിയാദുകളുണ്ട്. റിയാദ് എന്ന് പറയുന്നത് പണ്ടത്തെ മൊറോക്കൻസ് താമസിച്ചിരുന്ന വലിയ വീടുകളാണ് റിയാദ് എന്ന് പറയുന്നത്. അതിപ്പോൾ വലിയ ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ ആക്കി. റിയാദ് ബിസിനസ് എന്ന് പറയുന്ന സംഭവം വളരെ അതിഫേമസ് ആണ്. ഇവിടെ നമ്മൾ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ബാഗൊക്കെ തൂക്കി നമുക്ക് ഹൈക്കേഴ്സിനെയൊക്കെ കാണാൻ സാധിക്കും. മല കയറാനും ക്ലൈമ്പിങ്ങിനൊക്കെ പല ആളുകൾ ഈ ഭാഗത്ത് വരും. Traveling, yes. You're from Morocco? Yes. Thank you so much. പോകുന്ന വഴിയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡെല്ലാം മോശമാണ്. അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്.
ലേക്ക് പുഴയായിട്ട് ഇങ്ങനെ ഫോളോയിങ് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ഫുള്ള് പൊടിയും. ഐക്കം മോസ്ക് പുള്ളിക്കാരൻ പാവം കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നിന്നെ ഞാൻ പോകേണ്ട സ്ഥലത്ത് ആക്കിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പുള്ളിക്കാരനോട് പള്ളിയിലോട്ട് കയറുവാണ്. ഇവിടെ എല്ലാ പള്ളിയിലും ഇതുപോലത്തെ ഇതാണ് കേട്ടോ. നല്ല പെയിൻറ്റും നല്ല രസമുണ്ട്. റോഡ് ഫുള്ളായിട്ട് പണി നടക്കുവാണ്. ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വഴിയെല്ലാം തന്നെ എർത്ത്ക്വേക്ക് നടന്ന ഒരു സ്ഥലങ്ങളാണ്. ഈ കാണുന്ന ഭാഗങ്ങൾ നമ്മുടെ മറാക്കേഷിന്റെ സൗത്ത്. ഈ കാണുന്നതാണ് നമ്മുടെ 2023 മൊറോക്കോയിലെ വലിയ ഭൂകമ്പത്തിൽ തകർന്ന സ്ഥലങ്ങളെല്ലാമാണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടെ പല ആളുകളും മരിച്ചു. പല പഴയ വീടുകളൊക്കെ പൊളിഞ്ഞു. ഈവൻ മറാക്കേഷിൽ പോലും പഴയ ഇതുപോലത്തുള്ള റിയാദൊക്കെ കുറച്ചൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ലീവ് ഇൻ പല ആളുകളും ഇതുപോലുള്ള ടെന്റുകളിലാണ് കേട്ടോ താമസിക്കുന്നത്. ഏകദേശം 16 മാസങ്ങളായി ഇതുപോലുള്ള ടെന്റുകളിലാണ് വീടില്ലാത്തവർ താമസിക്കുന്നത്. പല ആളുകളും ഇപ്പോഴും വീടുകളൊന്നും കെട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇതുപോലുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നത്. പാവം കേട്ടോ, എന്ത് കഷ്ടം. പെട്ടെന്ന് ഒരു ദിവസം വീട് പോയി ഇങ്ങനെ വീടുകളിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതെല്ലാം ഇങ്ങനെയുള്ള ആളുകളാണ്. കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ വീട് പോയ ആളുകളുടെ പുതിയ ചെറിയ ഷെൽട്ടറുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന. ഗവൺമെന്റ് ബിൽഡിംഗ് ന്യൂ ഹോം. ഗവൺമെന്റ് ഇവർക്ക് വേറെ വീടുകളൊന്നും കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ഗിവിംഗ് മണി ഫോർ ഹോം. വീട് വെക്കാൻ പൈസ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. ആ കാണുന്ന എല്ലാ വീടുകളും അവിടെ കുറച്ച് വീടുകളൊക്കെ വെക്കുന്നുണ്ട്. കുറേയൊക്കെ താണ്ട് നശിച്ചു പോയി. അങ്ങനത്തെയാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാ വീടുകളും. ഇതാണ് പ്രധാന കേന്ദ്രമായിരുന്നു. ഈ കാണുന്ന ഒരു ഏരിയ മുഴുവൻ 10,000-3000 ആളുകൾ മരണപ്പെടുകയും ചെയ്തു. എപ്പോൾ വേണം കുഴിയിൽ വീഴാം. ഫുള്ള് കൊക്കയാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അമാസികാരുടെ തൊപ്പി. അങ്ങനെ ഞാൻ പോവാണ്. ശുക്രൻ. അസ്സലാമ. പുള്ളിക്കാരൻ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. ഞാനിനി മലയിൽ കൂടെ ഒരു 5 കിലോമീറ്റർ നടക്കണം. എൻ്റെ കാലെന്തോ ഉളുക്കി പിടിച്ചു, അറിയില്ല കേട്ടോ. ഇവിടെ ഒന്നും ഒരു വണ്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എന്നെ ഉണ്ടായി തന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ റോഡ്. ഈ കാണുന്നത് ഒരു മലയിലോട്ട് നമ്മൾ പോകുന്ന വഴിയാണ്. ആ കാണുന്ന മല കയറി ഇങ്ങനെ പോകണം. നമ്മുടെ മല കയറുന്നത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലേക്കൂടെ ഇങ്ങനെ ഷോർട്ട് അടിച്ച് പറ്റുമെങ്കിൽ ആ മല കയറാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇന്നൊന്നും എത്തൂല കേട്ടോ. 5-6 കിലോമീറ്റർ നടക്കണം. എനിക്കറിയില്ല എന്താവുന്നു. ഇല്ല, എൻ്റെ അമ്മ വിചാരിക്കുന്നതല്ല. പാറക്കെട്ടിലൂടെ ഇനി വീണ്ടും കയറണം. എൻ്റെ കാല് ഈ ഒരു ഭാഗത്തുനിന്ന് ഉളുക്കിപ്പോയി. അയ്യോ, ഞാൻ വിചാരിച്ചു ഇന്ന് വീണ് മരിക്കുമെന്ന് വിചാരിച്ചു. കാരണം അവിടെ എത്തിയപ്പോൾ കുറേ പാറക്കല്ലുകൾ ഇളവി പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ ശ്വാസം എടുത്ത് പേടിച്ചു കേട്ടോ. അയ്യോ, ഇനി മല കയറാൻ പറ്റൂല. ഇതുപോലെ 5 മല കയറണം കേട്ടോ. എന്നിട്ട് പിന്നെ റോഡിൽ കൂടെ ഒരു 5 കിലോമീറ്റർ. ഞാൻ വഴിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണമൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാറയിൽ നിന്നും. ഒരു വണ്ടി വരുന്നുണ്ട്. അവർ നിർത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിർത്തുമെന്തോ, നിർത്തിയാൽ രക്ഷപ്പെട്ടു. ഞാൻ 1 മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുവാണ്.
على التليفون. ഓക്കെ. يلا عبين. يلا جوز. ശുക്രാൻ. تسقي. ശുക്രാൻ. അവിടേക്ക് കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള മലനിരകളുടെ വീടുകളൊക്കെയാണ്. അവിടേക്ക് ആളുകൾ എങ്ങനെ പോകുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാത്ത. ഓരോ ആളുകളായിട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. എനിക്ക് തോന്നുന്നു അവരൊക്കെ ആ ഒരു വില്ലേജിലാണ് കേട്ടോ താമസിക്കുന്നത് തോന്നുന്നു. അവിടെ നമ്മുടെ ടെന്റിൽ താമസിക്കുന്ന ആളുകളെല്ലാം ഈ ഭൂകമ്പത്തിൽ വീട് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഇവിടെ എല്ലാം ഇതുപോലുള്ള ടെന്റുകളാണ് കേട്ടോ. ഇതെല്ലാം ക്യാമ്പിംഗ് വീടുകളാണ്. വഴികളെല്ലാം തന്നെ അതിമനോഹരം കേട്ടോ. അടിപൊളി കേട്ടോ. നല്ല വഴികളും നല്ല പച്ചപ്പും പുഴകളും. അങ്ങനെ നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കേട്ടോ. മലമുകളിലെ കൃഷി രീതിയും അവരുടെ ഒരു ലൈഫൊക്കെയാണ് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങൾ. കൊച്ചു പയ്യന്മാരൊക്കെ ഇരിക്കണോ ഇതിಗೆ? ഈ വണ്ടിയിൽ ഇവിടുത്തെ കല്ലുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വണ്ടിയാണ് കേട്ടോ. ഹലോ. ഇവിടെ കുറേ വീടുകൾ ഈ ഭൂകമ്പം ഉണ്ടായതുകൊണ്ട് വീടൊന്നുമില്ല, ടെൻറ്റിൽ കഴിയുന്ന സ്ഥലങ്ങളാണ്. ഞാനൊരു 15 ദിർഹം കൊടുത്ത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് അവസാനത്തെ ഇവരുടെ വില്ലേജ്. തിസ്ഗുയി എന്നാണ് പറയുന്നത്. ഇവിടെ ഫുള്ള് ഇതുപോലെ ടെൻറ്റുകൾ, പിന്നെ ഓരോ ആളുകളാണ് കേട്ടോ ഇവിടുത്തെ. ഇവിടെ ഫുൾ ആളുകൾ കൂടുതലും കഴുതയാണ് ഉപയോഗിക്കുന്നത്. ഇതാ കഴുതയാണ് എല്ലാവരും. അടിപൊളി ഒരു ചെറിയൊരു സ്മോൾ വില്ലേജ്. മൊറോക്കോയിലുള്ള ഒരു ഇവിടെ ഉള്ളതല്ല, കസബ്ലങ്കയിലുള്ള ഒരു പെൺകുട്ടി എനിക്കറിയാം. അപ്പോൾ പുള്ളിക്കാരി എന്നെ അവൾ വിളിച്ചായിരുന്നു. അവളിവിടെ വോളണ്ടിയറിങ് ചെയ്യുന്നു. ഇവിടെ ഒരു അടിപൊളി വില്ലേജാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വില്ലേജിലോട്ട് എത്തിപ്പെട്ടത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയത്ത് അങ്ങോട്ട് പോവാണ്. വീണ്ടും ഏതോ മല കയറി പോവാണല്ലോ. So this is my home. Okay.